മഹാകുംഭമേള പ്രൗഢഗംഭീരമായി നടത്താൻ സാധിച്ചെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തേകാൻ സാധിച്ചു. ഈ കുംഭമേളയോടെ ലോകമെങ്ങും സനാതനധർമ്മത്തോടുള്ള ആദരവ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടി. നിയമസഭയിൽ ബജറ്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഒരുപക്ഷെ നമുക്കറിയാം, ഭാരതം കണ്ട ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ജനസംഗമം തന്നെയാണ് കുംഭനഗരിയിൽ കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ പ്രചരണങ്ങൾക്കുള്ള ഒരു കനത്ത മറുപടി കൂടിയല്ലേ യോഗി ആദിത്യനാഥ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്? വിഷ്ണു, ഉത്തർപ്രദേശ് നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ സംസാരിക്കവെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാട് അല്ലെങ്കിൽ അത് എത്രത്തോളം മനോഹരമായി നടന്നു എന്ന വാക്കുകൾ, ഒപ്പം വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെയും ഈ മഹാകുംഭമേളക്കെതിരെ നടന്നിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ സംബന്ധിച്ചും ശക്തമായ വാക്കുകൾ യോഗിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ. അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ മഹാകുംഭമേള പ്രൗഢഗംഭീരമായി തന്നെ നടന്നു. 45 ദിവസങ്ങളിൽ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് 66 കോടിയിലധികം ആളുകൾ കുംഭമേളയിലെത്തി. അതിൽ തന്നെ പകുതിയോളം സ്ത്രീകളായിട്ടുള്ള വനിതകളായിട്ടുള്ള തീർത്ഥാടകർ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്ക് എത്തിയ അത്രയധികം ജനസംശയം ഈ ഒരു മഹാകുംഭമേളയിലേക്ക് എത്തുമ്പോൾ ആ ഒരു കുംഭമേളയിലൂടെ സനാതന ധർമ്മത്തിന്റെ സന്ദേശം ലോകത്തിന് മുഴുവൻ എത്തിക്കാൻ സാധിച്ചു. അത് മാത്രമല്ല, വളരെ മനോഹരമായും പ്രൗഢഗംഭീരമായും മഹാകുംഭമേള നടത്താൻ സാധിച്ചു എന്ന കൃത്യമായ വാക്കുകളാണ് യോഗിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇത്രയധികം ആളുകൾ എത്തിയ സ്ഥലത്ത് മറ്റ് കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ തന്നെ വളരെ മനോഹരമായും പ്രൗഢഗംഭീരമായും തീർത്ഥാടകർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടും മഹാകുംഭമേള നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നു. അവിടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം എത്തി പോലീസിനോ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾക്കോ നിയന്ത്രിക്കാൻ അപ്പുറത്തേക്ക് ആളുകൾ എത്തിയപ്പോഴും മനോഹരമായി നടന്നു. അതിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ പിഴവ് വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുകയും അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് കുംഭമേളയെ അല്ലെങ്കിൽ ഈ ഒരു സനാതന ധർമ്മത്തെയും അപമാനിക്കാനുള്ള മനഃപൂർവമായ ശ്രമം ഉണ്ടായി എന്നുള്ളത് കൂടി യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടി. കൂടാതെ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ആ സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിൽ എത്രത്തോളം വരുമാന വർധന ഉണ്ടായി എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കുംഭമേളയുമായി ബന്ധപ്പെട്ട് 7500 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ്, നിക്ഷേപമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 3 ലക്ഷം കോടിയിലധികം രൂപയുടെ വരുമാനം, സമ്പാദ്യം ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ പ്രൗഢഗംഭീരമായി മഹാകുംഭമേള നടത്തിയത് സനാതന ധർമ്മത്തിന്റെ സന്ദേശം ലോകത്തിന് നൽകിയൊപ്പം പിഴവുകളില്ലാതെ തീർത്ഥാടകർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചു. കൂടാതെ കുംഭമേള ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക മേഖലയിൽ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കൂടി. कोई उत्तर प्रदेश का कोई गांव ऐसा नहीं था जिससे बस वहां नहीं पहुंची हो आस्था नहीं। तो ये जो हम कर रहे हैं ना, संभल में भी कर रहे हैं, ये आस्था का ही सवाल है। ये आस्था का ही सवाल है। ये जो कॉरिडोर बन रहे हैं, आस्था का ही सवाल है। और उसी आस्था के सवाल के साथ जोड़ने के लिए ही सरकार ने इस आयोजन के साथ जोड़ करके और ये जो 7,500 करोड़ रुपए खर्च किए थे, केवल कुंभ के आयोजन के लिए नहीं किए थे। हमारे लिए यह आयोजन प्रयागराज जैसी पौराणिक सिटी के सस्टेनेबल डेवलपमेंट के प्लान का एक व्यवस्थित विकास की एक रूपरेखा तैयार करने की भी थी और महाकुंभ के बहाने प्रयागराज के अंदर उस प्रकार के इंफ्रास्ट्रक्चर को देने में हम सफल हुए। 200 से अधिक सड़कों का चौड़ीकरण हुआ। നിയമസഭയിലെ ബജറ്റ് സമ്മേളനത്തിലായിരുന്നു UP മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.